ഭൂമികയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭൂമിയിലെ ജൈവസമ്പന്ന ആവാസ വ്യവസ്ഥകളിൽ പ്രധാനപ്പെട്ട കണ്ടൽക്കാടുകളുടെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് ഭൂമിക നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. പുറംകാഴ്ചയിൽ സാധാരണ സസ്യസമൂഹം എന്ന് തോന്നുമെങ്കിലും കേരളത്തിൻ്റെ സൂക്ഷ്മമായ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ സംരക്ഷിക്കുന്നതിൽ കണ്ടൽക്കാടുകൾക്കുള്ള പ്രാധാന്യം വളരെ വിലപ്പെട്ടതാണ്. ചെടികൾ നട്ടുപരിപാലിക്കുന്നത് ദിനചര്യയുടെ ഭാഗമാക്കിയ ഇടയിലെ കാട്ടിലെ മത്സ്യത്തൊഴിലാളിയാണ് ഒ രാജൻ. കവ്വായി കായലോരത്ത് ഇദ്ദേഹം നട്ടത് 10,000-ഓളം കണ്ടൽ ചെടികളാണ്. എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു തുടക്കം? ഇങ്ങനെ കണ്ടൽക്കാടുകൾ സംരക്ഷിക്കണം അങ്ങനെ ഒരു തോന്നാനുള്ള എന്തെങ്കിലും കാരണങ്ങളുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രചോദനമായിട്ടുള്ള എന്തെങ്കിലും? പ്രചോദനം എന്ന് പറയുന്നത്, ഞാൻ മത്സ്യത്തൊഴിലാളിയാണ്. ഞാൻ രാവിലെ വലയെടുക്കാൻ മത്സ്യബന്ധനത്തിൽ പോയ സമയം വലയിൽ കുരുങ്ങിയിട്ടാണ് ഇതാദ്യമായിട്ട് എനിക്ക് കുറച്ച് കിട്ടുന്നത്. അപ്പം അന്നൊരു ജൂൺ 5-ാം തീയതിയാണ്. പരിസ്ഥിതി ദിനമായതുകൊണ്ട് അന്ന് ഞാനത് കൊണ്ടുപോയി നട്ടു. തുടർന്ന് പിന്നെ ഇങ്ങനെ കിട്ടാൻ തുടങ്ങുന്നതെല്ലാം നട്ട് ഈ ജൂൺ 5 വന്നു കഴിഞ്ഞാൽ 9ാമത്തെ വർഷത്തിലേക്ക് എത്തുന്നു. നമ്മുടെ പരിസ്ഥിതി സംരക്ഷണത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒന്നാണ് കണ്ടൽക്കാടുകൾ എന്ന് നമുക്കറിയാം. അപ്പോൾ കേവലം ഒരു സസ്യം എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മുടെ പ്രകൃതി ദുരന്തങ്ങളെ പോലും തടയാനുള്ളൊരു ശേഷി ഇതിനുണ്ട്. വെള്ളപ്പൊക്കം, അതുപോലെ മണ്ണൊലിപ്പ് തുടങ്ങിയിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങളെ ചെറുത്ത് നിൽക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ ഇത് വലിയൊരു ആവാസ വ്യവസ്ഥയാണ്. മത്സ്യങ്ങളുടെ പ്രജനനത്തിന്, അതുപോലെ മറ്റ് പക്ഷി ജീവജാലങ്ങൾക്ക് വലിയൊരു ആവാസം നൽകുന്ന ഒരു ഇതുകൂടിയാണ്. കണ്ടൽക്കാടിൻ്റെ ഇത്തരം പ്രാധാന്യമൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണോ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് തിരിയാനുള്ള ഒരു കാരണം? പ്രത്യേകിച്ചന്ന് കാരണം കണ്ടെത്തിയിട്ടില്ല. ഇത് നടാൻ തുടങ്ങിയതിന് ശേഷം കൂടുതൽ അതിനെപ്പറ്റി അറിയുവാനും അത് പരിസ്ഥിതിക്ക് ഗുണമാണെന്നും ജൈവജാലങ്ങൾക്ക് പ്രചോദനമാണെന്നും മത്സ്യസമ്പത്ത് വളരുമെന്നൊക്കെ മനസ്സിലാക്കി പിന്നീട് തുടർന്ന് നട്ടുവരികയാണ് ചെയ്തത്. ഇത്തരത്തിൽ കണ്ടൽക്കാടുകൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തുടക്കമിടുന്ന സമയത്ത് സമൂഹത്തിൽ നിന്ന് നല്ല രീതിയിലും മോശം രീതിയിലുമുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഏത് രീതിയിലാണ് ആൾക്കാർ ഇതിനെ സ്വീകരിക്കുന്നത്? ഇപ്പോൾ ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട്.
അത് ചിലവരത് ഒരു ഭ്രാന്തൻ പണിയെന്ന് പറയുന്നവരുണ്ട്, ചിലവരിത് നശിപ്പിക്കുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ ചിലവർ എന്തെങ്കിലും ദുരുദ്ദേശം സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ചെയ്യുന്നവരുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. ഇന്ന് വരെ ഒരു സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ട് ഞാനിത് ഉപയോഗിച്ചിട്ടില്ല. കഴിയുന്നത് എൻ്റെ തൊഴിലിനിടയ്ക്ക് കിട്ടുന്നത് ചെറിയ സമയം അതിന് ചിലവഴിച്ച് അത് നട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ആ ഞെട്ടിൽ ഇതിൻ്റെ പ്രായം പൂർത്തീകരിച്ചാൽ ആ ഞെട്ട് നിളകിയിട്ട് ഭൂമിയിലേക്ക് പതിക്കുകയും അത് ചതുപ്പ് നിലമാണെങ്കിൽ അവിടെ തന്നെ അത് തറച്ച് വളരുകയും ചെയ്യും. വിത്ത് ശേഖരിക്കൽ ഈ കണ്ടലിൻ്റെ ഇടയിലെല്ലാം വീണിട്ടുള്ള വിത്തുകളാണ് ശേഖരിക്കുന്നത്. ഹരിത വനങ്ങൾ ശേഖരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എത്രയോ ഇരട്ടി കണ്ടൽ കാർബൺ ഡൈ ഓക്സൈഡ് ശേഖരിച്ച് ഭൂമിയിൽ നിക്ഷേപിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതൊക്കെ 4ാമത്തെ പ്രാവശ്യം നട്ട കണ്ടലുകളാണ്. വർഷത്തിൽ നടും അട കരിഞ്ഞ് നശിച്ചു പോകും. കടൽ വെള്ളം കയറുന്നത് തടയാൻ വേണ്ടിയിട്ട് കണ്ടൽക്കാടുകൾ സഹായിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം അത് ശരിയാണോ? സുനാമി പോലുള്ള പ്രതിഭാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊക്കെ ഇത് തടഞ്ഞു നിർത്തുന്നതാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നോ പിന്നെ നമ്മുടെ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള സപ്പോർട്ട് വേണമെന്ന് തോന്നിയിട്ടുണ്ടോ ഈ ഒരു സംരക്ഷണത്തിൽ? തോന്നിയിട്ടുണ്ട്. പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ഇത് അറിയുകയും ചെയ്യാം, പക്ഷേ എന്നിട്ടും അതിനൊരു സഹായം ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പം 1000-ൽ പരം വിത്തുകൾ ഇപ്പോൾ എൻ്റെ അടുത്തുണ്ട്. അതിപ്പോൾ നടണമെങ്കിൽ അതിന് താങ്ങ് കൊടുക്കാൻ വേണ്ടിയിട്ട് കമ്പ് വേണം. അപ്പോൾ അതിനെല്ലാം കുറച്ച് ചിലവ് വരും. ആ ഒരു ബുദ്ധി പ്രയാസത്തിലാണ് ഞാനുള്ളത്. കമ്പില്ലാണ്ട് നടുന്നുണ്ട്, ഞാൻ ഇടയിലൊക്കെ കമ്പ് ഇല്ലാത്ത നടുന്നുണ്ട്. ചില പ്രദേശങ്ങളിൽ അത് ഈ കമ്പ് അത്യാവശ്യമാണ്. കൂടുതൽ ആൾക്കാരിലേക്ക് ഇതിൻ്റെ ഈ ഒരു സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം എത്തിയിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ, അല്ലേ? അതെ അതെ. അപ്പോൾ ഈ കണ്ടൽക്കാടിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രേക്ഷകരോട്, ഈ കാണുന്ന ആൾക്കാരോട് എന്തെങ്കിലും ഒരു സന്ദേശം സാറിന് പറയാനുണ്ടോ? സന്ദേശം എന്ന് പറയാമെന്ന് വെച്ചാൽ നമുക്ക് ഭാവിയിൽ വരുന്ന തലമുറക്കിത് ഒരു അത്യാവശ്യമായ ഒരു പ്രകൃതി സംരക്ഷണ പദ്ധതിയാണ് ഇതെന്ന് പറയാനുള്ളൂ. കൂടുതൽ ആൾക്കാർ ഇത് ഏറ്റെടുത്ത്
മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാവണം അല്ലേ? തീർച്ചയായും. അപ്പം നമ്മുടെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പം അതിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ് ഈ കണ്ടൽക്കാടുകൾ. അപ്പം അതിനെ നമുക്ക് സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം ആണ് എന്നുള്ളത് തിരിച്ചറിയാം. പരിസ്ഥിതി ദിനത്തിൽ ഒരു പരിസ്ഥിതി സംരക്ഷകൻ എന്നുള്ള നിലയിൽ നമുക്ക് നൽകാനുള്ള ഒരു സന്ദേശം എന്താണ്? എനിക്ക് പറയാനുള്ളത്, ഗവൺമെൻറ് തലത്തിൽ തന്നെ ഈ പരിസ്ഥിതി ദിനത്തിൽ കോടികൾ മുടക്കിയിട്ട് വൃക്ഷത്തൈകളും നട്ട് പരിപാലിക്കുന്നു പറയുന്നുണ്ട്. അത് എത്രത്തോളം വളർന്നു വരുന്നുണ്ടെന്ന് എവിടെയും ഒരു പഠനം നടത്തിയിട്ട് അവർ കണ്ടെത്തിയിട്ടില്ല. കോടികൾ വർഷത്തിൽ ചിലവഴിക്കുന്നുണ്ട്. പക്ഷേ അതേ അവസരം തന്നെ ഇതുപോലുള്ള കണ്ടലുകൾ അതിനോട് ഒന്നിച്ച് നട്ട് സംരക്ഷിക്കുന്നതിൻ്റെ ഒരു ചുമതല ഏറ്റെടുക്കുകയാണെങ്കിൽ അത് വരും കാലത്തേക്ക് ഉപകാരപ്രദമായ ഒരു പദ്ധതിയായിരിക്കും എന്ന് പറയുന്നത്. പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് സമൂഹത്തിന് മുന്നിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന വലിയൊരു മാതൃകയാണ് രാജേട്ടനും അദ്ദേഹത്തിൻ്റെ കണ്ടൽക്കാട് സംരക്ഷണവും. നമ്മൾ ഉൾപ്പെടുന്ന പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന തിരിച്ചറിവോടെ നമുക്ക് ഭൂമികയുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.